തീർത്തും ആധികാരികമായൊരു വിജയം. ലോകകപ്പ് നേടിയതിന് തുല്യമായൊരു ആവേശോജ്വലമായൊരു വിജയം. ചാമ്പ്യന്മാരായിരിക്കുകയാണ് ഇന്ത്യ. കൃത്യം ജഡേജ അവസാനമായി ഒരു 4 അടിച്ചുകൊണ്ട് ആ വിജയം കുറിച്ചിരിക്കുന്നത്. 2 റൺസ് മാത്രം ബാക്കി നിൽക്കെ ഒരു 4 അടിച്ചുകൊണ്ടാണ് ജഡേജ ഇന്ത്യക്ക് വേണ്ടി ആ കപ്പ് കുറിച്ച് ചേർത്തിരിക്കുന്നത്. ഐതിഹാസികമായൊരു വിജയം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു ഘട്ടത്തിൽ ഇന്ത്യ കളി പരാജയപ്പെടുമോ, ഇന്ത്യയുടെ ചാൻസുകൾ അവസാനിക്കുകയാണോ എന്ന് പോലും തോന്നിയിരുന്നു. രോഹിത് ഔട്ടാവുന്ന സമയത്ത് കളി വളരെ ടൈറ്റാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. റൺ റേറ്റ് റിക്കവർ ചെയ്തതിനേക്കാൾ ഒരുപാട് താഴേക്ക് പോകുന്ന രീതിയിലേക്ക് മാറിയിരുന്നു. പക്ഷേ അവിടെ നിന്നെല്ലാം വലിയ രീതിയിലുള്ളൊരു തിരിച്ചുവരവ് നടന്നു. അവസാനം പാണ്ഡ്യയുടെ വിക്കറ്റ് പോകുന്ന സമയത്ത് പോലും ഒരാശങ്കയുണ്ടായിരുന്നു. പക്ഷേ കളി വരുതിയിലാക്കി, കപ്പും കയ്യിലാക്കി. അല്ലേ മനീഷ്? തീർച്ചയായും ലാൽകൃഷ്ണ, ICC കിരീടം, അതായത് 6ാമത്തെ ICC കിരീടമാണ് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ICC ചാമ്പ്യൻസ് ട്രോഫി ഇത് 3ാം തവണയാണ് ഇന്ത്യ സ്വന്തമാക്കുന്നത്. മറ്റൊരു ടീമിന് അവകാശപ്പെടാനില്ലാത്ത റെക്കോർഡാണ് അത്. അതായത് ICC ചാമ്പ്യൻസ് ട്രോഫി കിരീടം 3 തവണ നേടുന്ന മറ്റൊരു ടീമില്ല. ICC ചാമ്പ്യൻസ് ട്രോഫി കിരീടം 3ഉം അതുപോലെ തന്നെ ICCയുടെ മൊത്തത്തിലുള്ള കിരീടങ്ങൾ നോക്കുമ്പോൾ 6ഉമാണ് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്. അതിൽ രോഹിത് ശർമ്മയുടെ രണ്ടാമത്തെ ICC കിരീടമാണ്. ഇതിനു മുമ്പ് രോഹിത് ശർമ്മ ക്യാപ്റ്റൻ എന്ന നിലയിൽ 2024 നടന്ന T20 ലോകകപ്പ് നേടി. അതിന് പിന്നാലെ ഇപ്പോൾ 2025 ICC ചാമ്പ്യൻസ് ട്രോഫിയും ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുകയാണ്. രോഹിത് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫിച്ചേഴ്സൊക്കെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പലരും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും താൻ ആരാണ് എന്നത് ഒരിക്കൽ കൂടി രോഹിത് ശർമ്മ തെളിയിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് രോഹിത് ശർമ്മ ഈ ടൂർണമെൻറ്റിൽ ആദ്യ മത്സരങ്ങളിലൊക്കെ ഫോം കണ്ടെത്താത്തതിനെതിരെ അദ്ദേഹത്തിനെതിരെ വലിയ വിധത്തിലുള്ളൊരു വിമർശനം ഉയർന്നിരുന്നു. അതായത് ക്യാപ്റ്റനായിട്ട് മാത്രം ടീമിൽ നിലനിർത്തണമെന്ന തരത്തിലുള്ള പോലും ചോദ്യങ്ങൾ വരെ ഉയർന്നു. പക്ഷേ അപ്പോഴും ഫൈനലിൽ നിർണായക മത്സരത്തിൽ അദ്ദേഹം നേടിയ 76 റൺസ്, ആ 76 റൺസ് നേടിയിരിക്കുന്നത് കേവലം 83 പന്തുകളിലാണ്. ബാറ്റിംഗ് ദുഷ്കരമായിട്ടുള്ള ദുബായിലെ പിച്ചിൽ 2ാം ഇന്നിംഗ്സിൽ രോഹിത് ശർമ്മ നേടിയ 83 പന്തിലെ 76 റൺസാണ് ഇന്ത്യക്ക് ഏറ്റവും നിർണായകമായത്. ലാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു തുടർച്ചയായ 3 വിക്കറ്റ്, അതായത് ഏകദേശം ഒരു 17 റൺസ് ചേർക്കുന്നതിനിടയിൽ ഇന്ത്യക്ക് തുടർച്ചയായ ഒരു 3 വിക്കറ്റുകൾ നഷ്ടപ്പെടുമ്പോൾ ഒരു ചെറിയ ആശങ്കയുണ്ടെങ്കിൽ പോലും അത് ഒരിക്കലും ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കിയില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. കാരണം അപ്പോൾ ഇന്ത്യയുടെ ക്രീസിൽ ഉണ്ടായിരുന്നത് അക്ഷർ പട്ടേലും ശ്രേയസ് അയ്യരുമാണ്. ശ്രേയസ് അയ്യർ നേടിയത് 48 റൺസും അക്ഷർ പട്ടേൽ നേടിയത് 29 റൺസുമാണ്. ഈ ശ്രേയസ് അയ്യറിലേക്ക് വരികയാണെങ്കിൽ ശ്രേയസ് അയ്യറാണ് ഈ ഒരു ടൂർണമെൻറ്റിൽ ഇന്ത്യയുടെ മധ്യനിരയുടെ നെടുന്തൂണായത്. കാരണം ഇന്ത്യക്ക് പലപ്പോഴും ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇന്ത്യക്ക് ഒരു മധ്യനിര താരമില്ലായിരുന്ന ഒരു പോരായ്മയുണ്ടായിരുന്നു. പലപ്പോഴും യുവരാജ് സിംഗിനും അല്ലെങ്കിൽ മഹേന്ദ്ര സിംഗ് ധോണിക്കുമൊക്കെ ശേഷം അല്ലെങ്കിൽ റെയ്നിക്കൊക്കെ ശേഷം ഒരു മധ്യനിര ഭരിക്കാൻ വേണ്ടി ഒരാളില്ല ഒരാശങ്ക പലപ്പോഴും ആരാധകർക്കൊക്കെ ഉണ്ടായിരുന്നു. ആ ആശങ്കകൾക്കൊക്കെ വിരാമമായിക്കൊണ്ടാണ് ഈ ശ്രേയസ് അയ്യറിൻ്റെ ഒരു ഉദയം. ശ്രേയസ് അയ്യരും രാഹുലും കൈയാളുന്ന ആ ഒരു മധ്യനിര ഏറ്റവും ശക്തമായി തന്നെയാണ് ഈ ടൂർണമെൻറ്റിൽ പോരാടിയത്. അതിൽ ശ്രേയസ് അയ്യറിനെ എടുത്തു പറയണം. ശ്രേയസ് അയ്യർ നേടിയ 48 റൺസിന് പൊന്നും വിലയുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു 3 വിക്കറ്റ് പോയിരിക്കുന്ന സാഹചര്യത്തിൽ കേവലം 62 പന്തിലാണ് ഈ 48 റൺസ് എന്നുള്ളൊരു ഒരു മികച്ച ഇന്നിംഗ്സ് ശ്രേയസ് അയ്യർ കയച്ചു വെക്കുന്നത്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ്, ഇന്ത്യക്ക് മാത്രം അവകാശപ്പെടാവുന്ന അല്ലെങ്കിൽ ഇന്ത്യക്ക് പ്രത്യേകമായി അവകാശപ്പെടാവുന്ന ഒരു 3 ഓൾറൗണ്ടർമാർ, അവരുടെ പ്രകടനം അതിമനോഹരമായിരുന്നു ഈ ടൂർണമെൻറ്റിലുടനീളം. പ്രത്യേകിച്ച് അക്ഷർ പട്ടേൽ ഇന്ന് ബോൾ കൊണ്ട് ന്യൂസിലൻഡിനെ വരിഞ്ഞു കൊടുക്കുന്നു. അതായത് റൺസ് വിട്ടുകൊടുക്കാതെ, വിക്കറ്റ് നേടിയില്ലെങ്കിൽ പോലും റൺസ് വിട്ടുകൊടുക്കാതെ മധ്യ ഓവറുകളെല്ലാം തന്നെ ന്യൂസിലൻഡിനെ വരിഞ്ഞു മുറുക്കുന്നു. അതിനുശേഷം ബാറ്റ് എടുത്തപ്പോൾ 40 പന്തുകളിൽ 29 റൺസ് നേടുന്നു. ഈ ടൂർണമെൻറ്റിലുടനീളം നോക്കുകയാണെങ്കിൽ ഇന്ത്യക്കുണ്ടായിരുന്ന 3 ഓൾറൗണ്ടേഴ്സ്, അതായത് രവീന്ദ്ര ജഡേജയും അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യയും ഈ അക്ഷർ പട്ടേലും, ഇവർ 3 പേരും നടത്തിയ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും നടത്തിയ പ്രകടനം അതാണ് ഇന്ത്യയെ മറ്റു ടീമുകളിൽ നിന്ന് വ്യത്യസ്തമാക്കി. കാരണം 4 സ്പിൻ ബോളർമാരെ, സ്പെഷ്യലിസ്റ്റ് 4 സ്പിൻ ബോളർമാരെ കൊണ്ടാണ് ഇന്ത്യ ഇന്ന് കളത്തിൽ ഇറങ്ങുന്നത്. ഇന്ത്യക്കുണ്ടായിരുന്നത് കേവലം ഒരു പേസ് ബോളർ മാത്രമാണ്, അത് മുഹമ്മദ് ഷമിയായിരുന്നു. പക്ഷേ മുഹമ്മദ് ഷമിക്ക് ഒപ്പം പേസ് ബോളിങ്ങിന് നേതൃത്വം നൽകിയത് ഈ ടൂർണമെൻറ്റിലുടനീളം ഹാർദിക് പാണ്ഡ്യയാണ്. പക്ഷേ അപ്പോഴും ഇന്ത്യക്ക് 3 ബാറ്റിംഗ് ഓപ്ഷനുകളോടെയാണ് ആ വഴി തുറന്നു കൊടുത്തത്. ഇപ്പോൾ ഇന്ത്യയുടെ മുൻനിര തകർന്നാൽ പോലും ഇന്ത്യയെ ബാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു 7ാമതും 8ാമതും ഒക്കെ ആയിട്ട് ഇറങ്ങുന്നത് പോലും ബാറ്ററാണ് എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുണ്ടായിരുന്നത്. അതായത് 8ാമതായി ഇന്ത്യക്ക് ക്രീസിൽ ഇറങ്ങുന്നത് രവീന്ദ്ര ജഡേജയാണ്. അപ്പോൾ ആ ഒരു ബാറ്റിങ്ങിൻ്റെ ആഴം ഇന്ത്യക്ക് എത്താൻ സാധിച്ചത് ഈ 3 ഓൾറൗണ്ടർമാരുടെ പ്രകടനം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അവരുടെ തുടർച്ചയായിട്ടുള്ള ഫോമാണ് ഇതിലേക്ക് നയിച്ചത്. ഇനിയിപ്പോൾ ലാൽ പറഞ്ഞു വരികയാണെങ്കിൽ വിരാട് കോഹ്ലി, അതുപോലെ തന്നെ രോഹിത് ശർമ്മ, രവീന്ദ്ര ജഡേജ, ഈ 3 പേരുടെ ഒരു മിന്നും പ്രകടനം ഈ ഒരു ടൂർണമെൻറ്റിലുടനീളം ശ്രദ്ധേയമായിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ 3 താരങ്ങളെ ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ ഒക്കെ പരാജയത്തിനൊക്കെ ശേഷം ഇവരൊക്കെ രാജിവെച്ച് പുറത്തു പോകൂടെ എന്നുള്ള തരത്തിലേക്ക് പോലും വിമർശകരുടെ ഭാഗത്തുനിന്ന് വലിയ ചോദ്യങ്ങൾ തുടരുന്നു. ആ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള കൃത്യമായ മറുപടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്.